AD 1000 ശേഷമാണോ മരണം? അതെ. ആണ്. ആ. അയാൾ ജീവിച്ചിരുന്ന പ്രദേശം ഇന്നത്തെ ഗ്രീസിലാണോ? അല്ല. അസ്ട്രോളജി, അസ്ട്രോണമി ഇതിലൊന്നാണോ? അസ്ട്രോളജി, അസ്ട്രോണമി അല്ല. ജിയോ സയൻസസ് ആണോ? ഭൗമശാസ്ത്രങ്ങൾ ഏതെങ്കിലും ആണോ? ജി ആ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് ജിയോളജിക്കൽ സയൻസസ്, ജിയോഗ്രാഫിക്കൽ സയൻസസ്, ഭൗമശാസ്ത്രങ്ങൾ. അതെ. അവസാന ചോദ്യം, അതൊരു സമുദ്രശാസ്ത്രവുമായാണോ കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത്? അല്ല. അല്ല. പറയൂ പറയൂ. മുഹമ്മദ് അൽ ഇദ്രീസി. കേട്ടില്ല. മുഹമ്മദ് അൽ ഇദ്രീസി, കാർട്ടോഗ്രാഫർ. യെസ്. ഓ ഓ. അത് കൊള്ളാം. വലിയൊരു തമാശയുണ്ട്. ഈ അശ്വമേധം എന്ന് പറയുന്ന ഈ കളി തുടങ്ങിയത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഇത് തുടങ്ങാൻ കാരണം, അന്ന് സ്കൂളിൽ ജിയോഗ്രഫി പഠിക്കുമ്പോൾ മാപ്പ് പ്രൊജക്ഷൻസ് ഉണ്ട്. മെർക്കാറ്റർ, ബോൺ, അസിമുത്വൽ മുതലായ ഭൂപ്രക്ഷേപങ്ങൾ. മെർക്കാറ്റർ, ബോൺ, അസിമുത്വൽ. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അന്ന് വരുന്ന ചോദ്യങ്ങളാണ്. എസ്സേയിലാണെങ്കിൽ ഈ പ്രൊജക്ഷൻസിനെ കുറിച്ച് വരും. പക്ഷെ അല്ലാതെ ഒരു 3 ഗുണങ്ങൾ തന്നിട്ട് ഇത് ഏത് മാപ്പ് പ്രൊജക്ഷൻ വഴിയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളൊരു ടേബിൾ തയ്യാറാക്കും. ഈ ഓരോ മാപ്പ് പ്രൊജക്ഷൻസും കൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മണ്ണിൻ്റെ ഘടന, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 6 7 ഘടകങ്ങൾ ഒന്നിന് കാണും, മറ്റൊന്നിനും അതുപോലെ, മറ്റൊന്നിനും അതുപോലെ. അപ്പോൾ ഈ പട്ടികയിൽ ഒന്നാമത്തെ പട്ടികയിൽ 2ഉം 3ഉം 6ഉം ഉണ്ട് എങ്കിൽ അത് മർക്കാറ്റർ ആകും. 7ഉം 8ഉമാണ് യെസ് എന്ന് വരികയാണെങ്കിൽ അത് ബോൺ ആകാം, അസിമുത്തലാകാം ചിലതാണെങ്കിൽ എന്ന് പറയുന്ന ഒരു അനാലിറ്റിക്കൽ കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ആധുനിക കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്ന് പറയുന്നത് മർക്കാറ്ററാണ്. ആദ്യമായി ലോകത്തിൽ നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമായി കാർട്ടോഗ്രാഫിയെ കാണുന്നത് മർക്കാറ്ററിൻ്റെ മാപ്പുകളിലൂടെയാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കിയെന്ന് പറയാവുന്ന മനുഷ്യൻ, ആദ്യത്തെ കാർട്ടോഗ്രാഫർ എന്ന് പറയാവുന്ന മനുഷ്യൻ ഇദ്രിസിയാണ്. ഇദ്രിസിൻ്റെ നാഷണാലിറ്റി എങ്ങനെയാണ്? അതിനകത്ത് എന്തായിരുന്നു? ഒരു ഈ യൂറോപ്യൻ ആഫ്രിക്കൻ എന്താ പറഞ്ഞത്? സ്പെയിൻ. പ്രസന്റ് ഡേ സ്യൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നും സ്പാനിഷ് അല്ലേ അത്? അല്ല, അതൊരു ഓട്ടോണമസ് സിറ്റി അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ ഇന്നത് യൂറോപ്യൻ യൂണിയനിലൊരു സ്പെഷ്യൽ മെമ്പറാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് കിടക്കുന്നത് അൾജീരിയയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന. ഞാൻ അൾജീരിയ ആണെന്നാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം അൾജീരിയയാണ്. അൾജീരിയൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കാരണം എന്താണ്? ആരാണ് ഒരു അൾജീരിയൻ, പ്രശസ്തനായ ഒരു അൾജീരിയൻ ഫ്രഞ്ച് മനുഷ്യൻ്റെ പേര് പറയൂ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളർ സിനദിൻ സിദാൻ. അദ്ദേഹത്തിൻ്റെ നാട് അൾജീരിയയാണ്, ഫ്രഞ്ച് സിറ്റിസനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അൾജീരിയ മനസ്സിൽ വന്നു. അപ്പോൾ അൾജീരിയ അല്ല. പിന്നെ മെഡിക്കൽ ഡിക്ഷണറിയുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. മെഡിക്കൽ ഡിക്ഷണറി ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇദ്രിസിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ മെയിൻലി എന്തായിരുന്നു അത് മെഡിക്കൽ ഈ പല അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഹെർബ്സിന് നോമെൻക്ലേച്ചറിൽ ലോകത്തിലെ ആദ്യത്തെ മാപ്പ്. അതെ, അതാണ് പ്രോമിനന്റ്, ദ മോസ്റ്റ് പ്രോമിനന്റ്. നമ്മൾ അൽ ഇദ്രിസിയെ പഠിക്കുന്നത് ഫസ്റ്റ് കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ആ ചോദ്യം ഇല്ലാത്ത കാർട്ടോഗ്രാഫർ ആയിരുന്നു. ഔദ്യോഗികമായി ലോകം ഫോളോ ചെയ്യുന്ന കാർട്ടോഗ്രാഫർ മെർക്കാറ്റർ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് അദ്രിസിയുടെ മാപ്പ് ഉണ്ടാകുന്നത്. ലോകത്തിന്റെ മാപ്പ് തലതിരിച്ചുള്ള സാധനമാണ്, തലതിരിച്ച മാപ്പാണ്. മുഹമ്മദ് അൽ ഇദ്രീസി, അറബ് മുസ്ലിം ഭൂമിശാസ്ത്രജ്ഞൻ, കാർട്ടോഗ്രാഫർ, ഈജിപ്തോളജിസ്റ്റ്,
മൊറോക്കോയിലെ സെയൂറ്റയിൽ ജനിച്ച ഇദ്ദേഹം കോർഡോബ സർവകലാശാലയിൽ പഠനം നടത്തി. 1154 സിസിലിയിലെ നോർമൻ രാജാവിന്റെ ആജ്ഞപ്രകാരം ടബുല റോജേരിയാന എന്ന മധ്യകാല ലോകത്തെ ഏറ്റവും വിപുലമായ ഭൂപടം സൃഷ്ടിച്ചു. യൂറോപ്പ്, റഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളെ വിശദമായി ചിത്രീകരിച്ച അറബി ലിപിയിൽ വിവരണങ്ങൾ ചേർത്ത ഭൂപടമായിരുന്നു അത്. കിതാബ് നുസ്ഖത്ത് അൽ മുഷ്താഖ് ഫി ഇഖ്തിറാഖിൽ അഫാഖ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരുന്ന ഭൂമിശാസ്ത്ര വിവരങ്ങളും 70 ഭൂപടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 നൂറ്റാണ്ടുകളോളം ഭൂമിശാസ്ത്രജ്ഞർക്ക് മാർഗനിർദ്ദേശമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൂപടങ്ങൾ. ഇബ്നു ഖൽദൂൻ, ഇബ്നു ബത്തൂത്ത, വാസ്കോ ഡ ഗാമ, ക്രിസ്റ്റഫർ കൊളംബസ് തുടങ്ങിയവരെ സ്വാധീനിക്കും വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരിജ്ഞാനം.